Yo, what's up, guys? Mutunis, welcome. നമ്മുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. കാരണം JBLും ഹർമനും അറിയാത്ത കൂട്ടുകാരെ നമുക്കിടെ കാണത്തില്ല അല്ലേ? സോ ഞാൻ ഈ വീഡിയോ ഒരു 6 മാസം മുമ്പാണ് എടുത്തത്. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണോ, ഒരു അൺബോക്സ് ചാനൽ തുടങ്ങണോ എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ വന്ന സമയത്ത് ഫസ്റ്റ് അൺബോക്സ് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അൺബോക്സിങ് ഇത്ര പെർഫെക്റ്റ് അല്ല. സോ സോറി ഗൈസ്. എന്നോട് ക്ഷമിക്കൂ, ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയും ചേട്ടാ. അയ്യോ എന്റെ കർത്താവ്, ഇതൊരു വലിയ കുരിശായല്ലോ. ഞാൻ ക്ഷമിച്ചു, കാലേന്ന് വിട്, ഞാൻ വിടില്ല. വേറെ പ്രൊഡക്റ്റ് ഒന്നും അൺബോക്സ് ചെയ്യാൻ കിട്ടുന്നില്ല ചങ്കെ. ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഒരു നല്ല പ്രൊഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് JBL ഫാമിലി എന്നുള്ളൊരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്, JBL GO 2. ഗായ്സ്, ഇതിൻ്റെ ഒരു തകർപ്പൻ വാട്ടർ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. യു വാച്ചിങ് APPEKAZZ, me APPEKAZZ here. I'm back. ഗായ്സ്, നമ്മൾ അൺബോക്സിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ല്, ലൈക്ക് അടിക്കാനും മറക്കല്ല്. ഞാനത് വളരെ സീൽഡ് പൊട്ടിച്ച് സാധനം പുറത്തെത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. ഫസ്റ്റ് തന്നെ ഞാനിത് സെലക്ട് ചെയ്തേക്കുന്നത് ഒരു റെഡ് കളറാണ്. നല്ലൊരു ഡിസൈനാണ് കേട്ടോ, റെഡ് കളർ ഡിസൈനാണ്. ഇതൊരു അവൈലബിലിറ്റി പറയുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചത്, ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആമസോണിലെ നൂണിലും എല്ലാം അവൈലബിൾ ആണ്. 88 ദിറംസ് തൊട്ട് 100 ദിറംസിൻ്റെ ഇടയ്ക്കാണ് റേറ്റ് വരുന്നത്. നാട്ടിൽ 1800 രൂപയോളം ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ പ്രൈസ് പറയുന്നുണ്ട്. 1800, 1900 രൂപ. ഗൈസ്, ഈ JBLന് എപ്പോഴും പണി കിട്ടുന്ന ഒരു സാധനം ഇതിൻ്റെ ഫേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ഇതിൻ്റെ ഫേക്ക് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചോണം. ഇതിൻ്റെ ഫേക്ക് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വില ഒരു തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ പാക്കറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണ്ടി സീലൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വേണം ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാനും നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം. ഗൈസ്, ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഗൈസ്, ഇതിനകത്ത് IPX7 ഫുള്ളി വാട്ടർ പ്രൂഫ് ഉണ്ട്. അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് ഉണ്ട്. നമ്മൾ ആ കാണുന്ന ആ ചെറിയ ഹോളാണ് നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫോൺ കോൾ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ JBLന്റെ സിഗ്നേച്ചർ പഞ്ചി ബേസ് വരുന്ന ഒരു സിഗ്നേച്ചർ സൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ബോക്സ് കിട്ടുന്നുണ്ട്. എന്താണ് ഇതിനകത്തെന്ന് നമുക്ക് നോക്കാം. നല്ല ഒരുമാതിരി വലുപ്പമുള്ള നല്ല വെയിറ്റ് ഉള്ള ഒരു ബോക്സാണ്. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഓറഞ്ച് കളറ് USB കേബിളാണ്. അത് ഒരു ഓറഞ്ച് കളറാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട്. ഏകദേശം 2.5 ഹവേഴ്സ് ആണ് ചാർജിങ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 5 ഹവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്ലേ ബാക്ക് ചെയ്യാം. നല്ല അതിൻ്റെ എക്സലൻ്റ് ക്വാളിറ്റിയിൽ. പിന്നെ ഇതിൻ്റെ സൗണ്ട് വൈസ് ഞാൻ പറയുവാണെങ്കിൽ സൗണ്ട് വൈസ് പക്കാണ്. ഒരു ചെറിയ റൂം ഫില്ലിംഗ് സൗണ്ട് ഉണ്ട്. നമ്മൾ JBLൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ബേസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന JBLന്റെ ചെണ്ടയില്ലേ, നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അതുപോലത്തെ ഒന്നുമുള്ളൊരു ബേസ് ഒന്നും നോർമൽ ചെറിയ സ്പീക്കറൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്ത് ഒരിക്കലും JBLന്റെ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കുക. നമുക്ക് ആ എക്സ്പെക്ടേഷനുള്ള ഐറ്റംസ് ഒന്നും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ സൗണ്ട് വൈസ് അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് സാധനം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗായ്സ്. അതിൻ്റെ പേപ്പർ, ഒരു ചുമട് ബുക്കുണ്ട്. ഒരു ചുമട് കഴിഞ്ഞോ? ഇല്ല സാർ, ഒരുപാട് ബുക്കുണ്ട്. കാരണം അതിൻ്റെ വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ പറയുന്നത്, അതുപോലെ
എന്തോ പറയുന്നത്, ഇതിന്റെ ഡേഞ്ചർ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ബുക്കുണ്ട്. ഇതിനകത്തൊരു വലിയൊരു പേപ്പർ ഷീറ്റ് ഉള്ളത് ഏകദേശം ഒരു ന്യൂസ് പേപ്പറിന്റെ അത്രയും എങ്കിലും വലുപ്പമുള്ള ഒരു വലിയ പേപ്പർ ഷീറ്റ് ഉണ്ട്. എക്സ്ട്രാ 2 ബുക്കും കൂടെ ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാ എഴുതിയേക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഫുള്ളായിട്ട് ഒരു ദിവസം എടുക്കും ഫുള്ളായിട്ട് വായിച്ചു നോക്കാനായിട്ട്. ഗൈസ്, നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഈ തമ്പനയിൽ കണ്ടു വന്നവരായിരിക്കും ഇതിന്റെ വാട്ടർ പ്രൂഫ് എന്നുള്ളത്, ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാനതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വെള്ളത്തിലിട്ടപ്പോൾ ഇത് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഗൈസ് നോക്കിയാൽ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കാൻ തോന്നുന്നു. ഞാനിത് ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഞാനിത് ഇട്ടേക്കുന്നത് ഇപ്പം. ഗൈസ്, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഫുൾ ഇത് ഷവർ ടെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ച് നോക്കി, ഒരു ബക്കറ്റ് വെള്ളത്തിലും വെച്ചു. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എക്സലന്റ്, ഇത് ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഗൈസ്, ഇതിന്റെ USB പോർട്ടിൽ ആകെയുള്ളത് ബ്ലൂടൂത്തും പിന്നെ ഒരു ഓഡിയോ ലൈൻ ഔട്ടും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതിന്റെ സൗണ്ടോ ബാറ്ററി വൈസ് ഒക്കെ എല്ലാം പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ചെറിയ സൈസ് ആയതുകൊണ്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ഇത്രയൊക്കെ ഉള്ള വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ.